ഫസൽ കാരാട്ടിനെ പോലുള്ളവരെ ഇവിടെ വളർത്തുന്നത് നാസർ കൂടത്തായിയെ പോലുള്ള പണ്ഡിതന്മാരാണ്. കാരണം അവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇതുപോലെ ചാനൽ ഡിബേറ്റിൽ പോയിരുന്നു കുരയ്ക്കണമെങ്കിൽ അവന്മാർക്ക് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരക്കാർ ഇവിടെ വേണം. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്താണെന്ന്? അതായത് ഇസ്ലാമിക വിരുദ്ധത പറയുന്നവരെ വളർത്തുന്നത് ഇങ്ങനെയുള്ളവരാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും കൊണ്ട് ഇറങ്ങുന്നവരെ നിർത്താൻ ഇപ്പം എന്നെ ഇടപെട്ട എന്റെ അടുത്ത് സംസാരിക്കുന്ന മതപണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് വളരെ ആദ്യമെല്ലാം ഞാൻ തെല്ലും കുലുങ്ങൂല, എല്ലാത്തിനും തട്ടിന് മുട്ടാ പറയുന്നത്, എല്ലാത്തിനും തർക്കബുദ്ധിയോട് അവരോട് പറയും, ഇവരെ കളിയാക്കും. പക്ഷെ അവർ വളരെ സമാധാനപൂർവ്വമായി അത് ഹാൻഡിൽ ചെയ്ത് കൃത്യമായി എനിക്ക് പരസ്യം മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഇതേപോലെ അവരെ തിരിച്ചറിയിപ്പിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നതിന് പകരം അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഓക്കെ എന്നാണ് പറയുന്നത്. വീട്ടിലൊരു ബലാത്സംഗം ഉണ്ടെങ്കിൽ ബലാത്സംഗം ചെയ്തിട്ട് വീട്ടിൽ കയറി വന്ന് അവന് ചോറ് ഒഴിച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക് തുല്യമാണ് ഇവര്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത ശേഷം വീട്ടിൽ കയറി വന്ന, അല്ലെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തവന് വാരി കൊടുക്കുന്ന ഒരു രീതിയാണ് നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ളവർ ചെയ്യുന്നതെന്നാണ് ചുരുക്കം. ഞാനിത് ഇന്നലെ അറിഞ്ഞു, മെനങ്ങാനെ അറിഞ്ഞ കാര്യമാണ്. ഇയാളാണ് അതിന് ചൂട്ട് പിടിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് തെളിവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു. തെളിവിനായിട്ട് ഇയാൾ എന്നെ വന്ന് ചാടി, പൊത്തിന്ന് ചാടിച്ച് അവിടം വരെ കൊണ്ടുവന്നില്ലേ. ഇനി ചാനൽ ചർച്ചയിൽ പോയി ഇരിക്കും, അപ്പോഴാണ് ബാക്കി ഞാൻ എടുത്തിട്ട് തരുന്നത്. ഈ ഒരു വിഷയത്തിൽ ബാക്കിയുള്ളവർ ചോദിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടല്ലോ ചോദിക്കാൻ. എന്റെ കുടുംബമാണ് എന്റെ ഒപ്പം നിൽക്കുന്നത്. ഇതേപോലെ ഞാനൊരു പ്രസ്താവന, അപ്പൊ എന്റെ കുടുംബമാണ് പറഞ്ഞാൽ നീങ്ങുന്നില്ലേ, നീ ഇത്തരം പ്രസ്താവന പറഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം നിൽക്കണ്ട. അതാണ് കുടുംബം, അതാണ് മഹല്ല്. അല്ലാതെ ഇങ്ങനെയല്ല, അങ്ങനെ തന്നെ വേണം, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത ഈ വൃത്തികെട്ട മനോഭാവമുള്ള പണ്ഡിത കോമരന്മാരാണ് സത്യം പറഞ്ഞാൽ ഈ മതത്തിന്റെ മുഖം വൃത്തികേടാക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ വന്ന് പറയുന്ന നമ്മുടെ അനുഭവങ്ങളാണ്. നമുക്ക് ഇങ്ങനെ മതത്തിൽ നിന്നൊരു മോശപ്പെട്ട അനുഭവമോ വൃത്തികേടോ നീക്കി നിർത്തലോ ഇല്ല. ഇയാൾ വന്നിട്ട് തലയിൽ തട്ടമിടാത്ത എന്ത്, പെണ്ണെന്ത് ജെട്ടിയിടാത്തത്, പെണ്ണിന്റെ കോണകത്തിന്റെ കളർ എന്തൊരു, ഇതൊക്കെയാണ് ഇയാളുടെ ടെൻഷൻ. അല്ലാതെ വേറൊന്നുമല്ല, വേറൊന്നും അയാൾക്ക് അറിയുകയും വേണ്ട. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന് സപ്പോർട്ടും ഇല്ല. ഈ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് കൊണ പറയുന്ന ഒരാളെ എന്താ പറയുക? ഇവനെയൊക്കെ മര്യാദയുടെ ഭാഷ സംസാരിക്കാൻ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ആ മര്യാദ വരത്തില്ല. പിന്നെ ഞാൻ തെറി പറഞ്ഞു, ഇയാളെ തെറി പറഞ്ഞോ? ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെന്താണ്? ഇയാൾ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. സമസ്ത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തോ ഈ ഒരു ഡിഫറൻസോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആളുമല്ല. നമുക്കറിയാത്ത ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പറയണ്ട. പക്ഷെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവനയെ ബേസ് ചെയ്ത് ഇസ്ലാം ഏറി കയറുമ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകളെ സ്റ്റേജ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്റ്റേജ് കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വന്ന് പറയും, ഞങ്ങളും ഇസ്ലാമാണ്. ഇല്ല എന്ന് ഇയാൾ പറഞ്ഞാൽ ഇയാളെ പോലെ തൊപ്പിയും വെച്ച് താടിയും ഉണ്ടാക്കി വെച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളില്ല. എന്റെ ഒപ്പം നിന്ന മനുഷ്യരെ ഇയാൾ അത്രത്തോളം